ദേവാമൃതം. ദേവാമൃതത്തിൽ അടുത്തതായി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. സ്വാഗതം ശർമ്മജി. സ്വാഗതം. ശർമ്മജി, നമുക്ക് കത്ത് വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. രാഖിയാണ് കത്ത് അയച്ചിരിക്കുന്നത്. രാഖി പറഞ്ഞത് വിവാഹം കഴിഞ്ഞിട്ട് 3.5 വർഷത്തോളമായി. പ്രണയവിവാഹമായിരുന്നു. ഭർത്താവ് ഒരു ട്രാവൽ ഏജൻസി ഉടമയായിരുന്നു. എൻ്റെ വീട്ടുകാരെ എതിർത്ത് ഞാൻ അദ്ദേഹത്തോടൊപ്പം ഇറങ്ങിപ്പോന്നതാണ്. ഒരു കുട്ടിയുമുണ്ട്. കുട്ടിക്ക് ഇപ്പോൾ 2 വയസ്സായി. ഇപ്പോൾ അയാളുമായി ഞാൻ അകന്ന് താമസിക്കുകയാണ്. മദ്യപിച്ച് ആൾ ബഹളമുണ്ടാക്കും. നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനവും നഷ്ടത്തിലായി. ഇതിനിടെ എൻ്റെ വീട്ടുകാരുമായി സഹകരിച്ചു ഞങ്ങൾ. അവർ കുറച്ച് സ്വർണവും എനിക്ക് തരാനുള്ള വീതവും തന്നു. സ്വർണം ഭർത്താവ് വിറ്റുതുലച്ചു. ഇപ്പോൾ എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. അതുകൊണ്ട് ഞാൻ കുട്ടിയെ നോക്കി കഴിയുകയാണ്. അയാളോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്യാനാണ് എൻ്റെ വീട്ടുകാർ പറയുന്നത്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് രാഖി ചോദിച്ചിരിക്കുന്നത്. രാഖിക്ക് ഗ്രഹനിലയിൽ ജ്യോതിശാസ്ത്രപരമായിട്ട് ചിന്തിക്കുമ്പോൾ ചിങ്ങലഗ്നമാണ്. രാഖിയുടെ ഭർത്താവിന് കുംഭലഗ്നവുമാണ്. ജ്യോതിഷപരമായി നമുക്കൊരല്പം ഈ ലഗ്നത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ സ്ത്രീയുടെ ജന്മനക്ഷത്രം, സ്ത്രീയുടെ ജന്മരാശി, സ്ത്രീയെ മുൻനിർത്തിയുള്ള വിവാഹ സമ്മതം എല്ലാം സ്ത്രീക്ക് മുൻതൂക്കം കൊടുക്കുന്നു എന്നാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് സ്ത്രീയുടെ ജന്മനക്ഷത്രവും ജന്മരാശിയും മുതൽ കൂട്ടുന്നത്. എന്നാൽ അവരോഹണ ക്രമത്തിൽ പുരുഷൻ്റെ ജന്മനക്ഷത്രവും ജന്മരാശിയും ജന്മരാശിയുടെ അധിപനെയൊക്കെ കൂടുതൽ ചിന്തിക്കണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ അവരോഹണ ക്രമത്തിൽ തുല്യത നോക്കണം. തുല്യത നോക്കി ഒരല്പം പ്രായക്കൂടുതലും അല്പം പഠിത്തക്കൂടുതലും അല്പം ജോലിയുടെ തലക്കനം കൂടുതലും ശമ്പളക്കൂടുതലും സൗന്ദര്യം, പ്രതാപം, കുടുംബൈശ്വര്യം എല്ലാം ഒരല്പം മുൻപേ നടക്കേണ്ട പുരുഷന് അല്ലെ ഭർത്താവിന് അല്ലെ മുൻപേ നടത്തേണ്ട പുരുഷന് ഇണയ്ക്ക് അല്പമെല്ലാം കൂടിയിരിക്കണം. സമസപ്തമവും മുജ്ജന്മത്തിലെ ബന്ധം, മുജ്ജന്മത്തിൽ മുഴുവനായില്ല അതിൻ്റെ ബാലൻസ്. അപ്പോൾ രാഹിക്ക് ചിങ്ങലഗ്നമാണ്, ഭർത്താവിന് കുംഭലഗ്നവുമാണ്. ചിങ്ങം, കന്നി, തുല, വൃശ്ചികം, ധനു, മകരം, കുംഭം 7ാമത്തെ രാശിയാണ് മുജ്ജന്മത്തിലെ ചരട്ട് പൊരുത്ത ബന്ധം. ഇനി അവരോഹണ ക്രമത്തിൽ ഭർത്താവിൻ്റെ കുംഭലഗ്നം മുതൽ ചിന്തിച്ചാൽ കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം 7ാമത്തെ രാശി രാഹിയുടെ. അതും മുജ്ജന്മ പൊരുത്തമാണ്. മുജ്ജന്മ പൊരുത്തം വലിയ പൊരുത്തമാണ്. അത് എങ്ങനെ വേണ്ടാന്ന് വെച്ചാലും ആ വിവാഹം നടന്നേ മതിയാവൂ. അത് ദൈവത്തിൻ്റെ കൂട്ടിയെഴുത്താണ്. പിന്നെ എന്താണ് ഈ ബഹളം? മുജ്ജന്മ പൊരുത്തമുണ്ടെങ്കിൽ ബഹളം പാടില്ല എന്നില്ല. കാരണം മുജ്ജന്മത്തിലും കലഹമായിരുന്നു. അതിൻ്റെ ഒരു ബാലൻസാണ്. ചിങ്ങം സൂര്യക്ഷേത്രമാണ്, കുംഭം ശനിക്ഷേത്രവുമാണ്. ശനിയും സൂര്യനുമായി നല്ല ശത്രുതയിലാണ്. അതുകൊണ്ട് ഇതിൻ്റെ അധിപന്മാർ തങ്ങളിൽ ശത്രുക്കളായതുകൊണ്ട് ഈ രാശിയുടെ ലഗ്നക്കാർ തങ്ങളിലും എപ്പോഴും ശത്രുക്കളായിരിക്കും. എപ്പോഴും കലഹവും വിരഹവും സൗന്ദര്യപ്പണക്കവും ഇതാണ് എന്നെ വഞ്ചിച്ചു, വലയ വീശി, ഞാനില്ലായിരുന്ന കാണായിരുന്നു, ആര് നിന്നെ കെട്ടാനാണ്, അതല്ലേ ഇതല്ലേ. വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടുകാരിപ്പോൾ എന്ത് സഹായിച്ചു, ആനയമ്പാരി തരാമെന്ന് പറഞ്ഞു. ഒന്നുമില്ലല്ലോ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, സൗകര്യമുണ്ട്, എൻ്റെ സൗന്ദര്യവും എൻ്റെ ഡൗറിയും എൻ്റെ വിദ്യാഭ്യാസവും കണ്ട് എൻ്റെ പിന്നാലെ നടന്ന് വലയ വീശിയതല്ലേ, അതായതാന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ബഹളം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബഹളം. ഇത് തന്നെ മധ്യസ്ഥന്മാർ ഇതൊന്ന് സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവസാനം ഈ മധ്യസ്ഥന്മാർ ചീത്തയാവും. കാരണം ഇവർ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഒരു സോൾവാവും, രമ്യതയിലാവും. പിന്നെയും ഇടയ്ക്ക് ഒരാഴ്ച കഴിയുമ്പോഴത്തേനും ഈ മുജ്ജന്മ ശത്രുക്കളാണല്ലോ സൂര്യനും ശനിയുമായിട്ട്. അപ്പം ഈ ലഗ്നത്തിൻ്റെ അധിപന്മാർ തങ്ങളിൽ ബഹളമായതുകൊണ്ട് ആദർശപരമായിട്ട് പിന്നെയും നിൻ്റെ വീട്ടുകാരങ്ങനെ പറ്റിച്ചു, നിൻ്റെ വീട്ടുകാരങ്ങനെ പറ്റിച്ചു, നിങ്ങൾക്ക് എന്നായിരുന്നിട്ട് അങ്ങോട്ട് തരാനാണ്, ഇത്രയ്ക്കല്ലേ ഉള്ളൂ. പിന്നെയും ഡൗറിയുടെ കാര്യത്തിലും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും ഒക്കെ പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ മുഴുത്തുക, നിങ്ങളുടെ വീട്ടുകാർ തരണം, എൻ്റെ വീട്ടുകാർ മുഴുത്തുക, എന്തിന് എന്നെ കിട്ടി, മുഴുത്തോ ഇല്ലായിരുന്നോ എന്നൊക്കെ ഉള്ള രീതി പിണക്കമായി വീണ്ടും സമുദായക്കാരോ പോലീസുകാരോ കോടതിയോ
ജഡ്ജിയോ ഒക്കെ ചേംബറിലൊക്കെ വിളിച്ചത് സോൾവ് ചെയ്യാൻ നോക്കുമ്പോഴത്തേനും പിന്നെ ഇവർ അറ്റൻഡ് ചെയ്യുകയില്ല. അങ്ങനെ എക്സ്പേർട്ടി ആയിട്ട് പോകും. പിന്നെയും 2 കൊല്ലം കഴിയുമ്പോൾ ഈ കേസ്. ഇങ്ങനെ ഇവരുടെ കാര്യത്തിന് മധ്യസ്ഥന്മാരും ന്യായാധിപന്മാരും വക്കീലും അല്ലെങ്കിൽ കരപ്രമാണിമാരും അല്ലെങ്കിൽ രക്തബന്ധത്തിൽപ്പെട്ടവരും സ്വന്തം ബന്ധം മിത്രം സാഹോദര്യം മൈത്രി ഇവരൊക്കെ ഇടപെട്ടാൽ അവസാനം അവരങ്ങ് ചീത്തയാവും. ഇപ്പം ഇവർ പിന്നെയും ഒന്നാവും. വല്ല അങ്ങനെ കുറേ ആയി കഴിയുമ്പോഴത്തേന് ഇനി ഇവരുടെ കാര്യത്തിൽ നമ്മളാരും ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ ഈ മുജ്ജന്മ ഫലം ഇങ്ങനെ അനുഭവിച്ച് മുന്നോട്ട് പോവുക. വേർപെടാനും ബുദ്ധിമുട്ടാണ്. കൊത്തിക്കൊണ്ട് പറക്കാനുമില്ല, ഇട്ടേച്ച് പോകാനും നിവൃത്തിയില്ല. മാത്രം കഴിയുമ്പം ഏറ്റവും വലിയ ദമ്പതികളായിട്ട് മാതൃകാ ദമ്പതികളായിട്ട് ഇവർ അടുത്ത കല്യാണത്തിനും പരവാസവലിക്കും കൂട്ടം കൂടുന്നിടത്തും എല്ലാം ഇവർ പ്രസൻറ്റാണ്. വൈകുന്നേരം വീട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ പിന്നെയും ബഹളം. പിന്നെ ഇതിനകത്ത് ആളുകളായിട്ട് അവസാനം ആളുകൾ മടുത്ത അത് സ്ഥിരം ഇതുള്ളതാണ്. നമ്മളെ വെറുതെ ചീത്തയാക്കുമ്പോഴും സമാധാനമൊന്നും പറയണ്ട. ഈ ഒരു രീതിയിൽ വരുന്നു. ഈ ബഹളം നമുക്ക് മുജ്ജന്മത്തിലേ ഒന്ന് കുറയാൻ ഉള്ള കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും ബുദ്ധി. കാരണം ഇത് ഡൈവേഴ്സ് ആകുകയില്ല. മരിച്ചാൽ പോലും പിരിഞ്ഞു പോവുകയാണ്. ജീവനോടെ ഇരിക്കും തോറും ഇനി എത്ര വലിയ ബ്രഹ്മാവ് വന്ന് ഇടപെട്ടാലും ഇവർ കലഹം മാറ്റത്തുമില്ല. ആ കലഹത്തിൻ്റെ ശക്തിയൊന്ന് കുറയ്ക്കാൻ താന്ത്രിക വിധി പ്രകാരം ത്വാമച്ഛാചരാമസി തദിദർത്ഥം ദിവേ 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 എന്തോത്വേന ആശ്വസ പുരാതിതേ പരിശ്രുതം സോമം സൂര്യസ്യ ദുഹിത വാരേണ ശശ്വതാതന തമീമന്യേ സമര്യ ആഗർഭണം തിയോഷണോദശ സ്വസാരപാര്യേ ദിവി തമിം ഹിന്യം ദ്യഗ്രബോധവന്തിബാകുരം തപിം തഥാതു വാരണം മധു അഭീമമഗ്ന്യാ ഉദസ്രണന്തി ധേനവശിശും സോമമിന്ദ്രായ പാദവേ അസ്യേ ഇന്ദ്രോമദേഷ്വാ വിശ്വവൃത്താനി ജിഗ്നതേ ശൂരോമഖാനമംഹതേ. ഋഗ്വേദ കർമ്മങ്ങളെ കൊണ്ട് ഇതിന് 50% വരെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കും. അതായത് ഒരു മാസത്തിൽ 20 ദിവസം ഉണ്ടാവുന്ന ഈ ദമ്പതി കലഹങ്ങൾ വെറും ഒരു 5 ദിവസമായിട്ട് ചുരുക്കാൻ സാധിക്കും. അത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഈ ബാക്കി 5 ദിവസം മധ്യസ്ഥന്മാർ ഇടപെട്ടാൽ മതി. അപ്പോൾ അവർക്കും അയലോക്കാർക്കും ഒക്കെ ഒരു സമാധാനമുണ്ട്. അങ്ങനെ തന്നെയുമല്ല ഈ വഴക്കിൻ്റെ കാഠിന്യങ്ങളും കുറഞ്ഞു വരും. അപ്പം കുഞ്ഞുങ്ങൾ പ്രായമാകുമ്പോഴത്തേനും ഈ ഡാഡിക്കും മമ്മിക്കും വേറെ പണിയൊന്നുമില്ല, എനിക്ക് പുറത്തിറങ്ങി വയ്യ, നടക്കാൻ കോളേജിൽ പോകാൻ വരാം, അതായത് കൂട്ടുകാരങ്ങനെ ചോദിക്കും ഇങ്ങനെ ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ കുഞ്ഞിനൊക്കെ വേണ്ടിയിട്ട് ഇവർ മനഃപൂർവ്വം ശ്രദ്ധ മാറ്റി പല TV പ്രോഗ്രാം കാണുമോ സിനിമയ്ക്ക് പോവുകയൊക്കെ ചെയ്ത് അങ്ങനെ ആ കലഹത്തിൻ്റെ കാഠിന്യങ്ങളങ്ങ് മാറി അങ്ങ് പോകും. ഇപ്രകാരം ഋഗ്വേദ മന്ത്രങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ ഐകമത്യ പത്മങ്ങൾ 8 ജലഗന്ധ പുഷ്പ ധൂപതി വജലാന്തം ഇവരുടെ മുജ്ജന്മപരമായ ഈ സൂര്യനും ശനിയും സൂര്യനും തമ്മിലുള്ള ആ ശത്രുതകൾക്കൊരു ഐകമത്യം ആകർഷണം ഉണ്ടാക്കുന്നതായിരിക്കും ബുദ്ധി. അല്ലാണ്ട് വേർപിരിഞ്ഞുകൊണ്ടും ഇവർ പിരിഞ്ഞു പോകുകയല്ല. ഇവരെ ഒന്നിച്ചാലും എപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതാണ് കാരണം. സമസപ്തമ യോഗം ഉള്ളതുകൊണ്ട് മുജ്ജന്മ ചരട്ട് പൊരുത്തമുണ്ട്. സമസപ്തമത്തിൽ 2 ശത്രുഗ്രഹങ്ങൾ നിൽക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ചിങ്ങലഗ്നവും കുംഭലഗ്നവും ആയതുകൊണ്ട് ഇവരുടെ കുടുംബക്കാരോ തങ്ങളിൽ ആശയപരമായിട്ടും ഉള്ള പോരാട്ടങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഇവരുടെ ഇടയിൽ നമുക്ക് നീതി ന്യായമോ അല്ലെങ്കിൽ ക്രമസമാധാനമോ അല്ലെങ്കിൽ മധ്യസ്ഥനോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഭീഷണിയോ കൊണ്ടൊന്നും ഇവർ ഒതുങ്ങുന്നതല്ല. വളരെയധികം മഴയത്ത് കുട പിടിക്കും പോലെ ശമനം വരുത്താനേ പറ്റുള്ളൂ. ഇപ്രകാരമുള്ള ഋഗ്വേദങ്ങൾ കൊണ്ട് ഇതിനൊരു പരിഹാരം നോക്കുക. കണിശമായിട്ടും 50% കുറഞ്ഞു കിട്ടും. നന്ദി ശർമ്മജി. പ്രശ്നപരിഹാരങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക, ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കൊടുമാളൂർ ശർമ്മജി അവർകൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം വാസ്തുശാസ്ത്രവുമായി.